പുതിയ ഫോൺ വാങ്ങിയപ്പോൾ മിന്നൽ വേഗത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സ്ലോ ആയി എന്ന് പല ആളുകളും സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാറുണ്ട്. അത് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണോ അതോ മറ്റു കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടോ? പെർഫോമൻസ് ഇല്ലാതെ പോകുന്നതിന് പിന്നിലെ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം പെർഫോമൻസ് ത്രോട്ടിലാണ്. ഫോൺ സ്വയം സംരക്ഷിക്കാനായി മനഃപൂർവ്വം അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നതാണ് പെർഫോമൻസ് ത്രോട്ടിലിംഗ്. ബാറ്ററിയുടെ ഹെൽത്ത് സംരക്ഷിക്കാനും ചൂട് നിയന്ത്രിക്കാനും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനുമായാണ് ഇത് സാധാരണയായി ചെയ്യുന്നത്. രണ്ടാമത്തേത് ബാറ്ററിയുടെ പഴക്കം മൂലമുള്ള ഊർജ്ജക്കുറവാണ്. ഒരു ഫോൺ പുതിയതായിരിക്കുമ്പോൾ അതിന്റെ പുതിയ ബാറ്ററിക്ക് ഫോണിന്റെ പ്രോസസ്സറിലേക്ക് ഫുൾ പവർ നൽകുവാൻ കഴിയും. പക്ഷേ എല്ലാ ദിവസവും ചാർജ് ചെയ്യുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി 85% അല്ലെങ്കിൽ അതിലും താഴേക്ക് ചുരുങ്ങും. പഴക്കം ചെല്ലുന്ന ബാറ്ററിയിൽ നിന്ന് പ്രോസസ്സർ അമിതമായി പവർ വലിച്ചെടുത്താൽ ഫോൺ അപ്രതീക്ഷിതമായി ഷട്ട് ഡൗൺ ആകും അല്ലെങ്കിൽ ചത്തുപോകും. ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ CPU സ്ലോ ആകാനുള്ള സിസ്റ്റം പ്രോസസ്സർ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഫോൺ എല്ലാത്തിനും ഒരു മടി കാണിച്ചു തുടങ്ങുന്നത്. 2 വർഷമാകുമ്പോൾ തല ചുറ്റാൻ തുടങ്ങും. 3 വർഷം കഴിയുമ്പോൾ ഇടയ്ക്ക് ബോധം കെടും. 4 വർഷമാകുമ്പോൾ ചില സമയത്ത് കണ്ണു തുറന്ന് ജീവശവമായിരിക്കും. പക്ഷേ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ റീബൂട്ട് ചെയ്യാൻ തുടങ്ങും. മൂന്നാമത്തെ കാരണം ഹീറ്റ് മാനേജ്മെന്റ് ആണ്. ഫാസ്റ്റ് ചിപ്പുകൾ ചൂട് ജനറേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. നാളുകൾ കൊണ്ട് ഫോണിനുണ്ടാകുന്ന പഴക്ക നിമിത്തം വേഗത്തിൽ തന്നെ ഫോൺ ചൂടാകാൻ തുടങ്ങും. ഇങ്ങനെ ചൂട് അമിതമാകുമ്പോൾ ഫോൺ അതിന്റെ പെർഫോമൻസ് കുറയ്ക്കും. ഇതിന് തെർമൽ ത്രോട്ട്ലിംഗ് എന്നാണ് പറയുന്നത്. ഫോണിന്റെ ഹാർഡ്വെയറിന് കേട് വരാതിരിക്കുവാൻ ഫോൺ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഫോൺ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മടിയനല്ല, ഞാനൊന്ന് തണുക്കാൻ ശ്രമിക്കുകയാണ്. നാലാമത്തെ കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ്. ഫോണിന്റെ OS അപ്ഡേറ്റ് ഫോണിന്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന് ആളുകൾ പൊതുവെ അഭിപ്രായമുണ്ട്. അത് ശരിയാണ്. അപ്ഡേറ്റുകളും ഫോൺ സ്ലോ ആക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. പുതിയ ഫോണുകളുടെ ഹാർഡ്വെയറിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് പുതിയ സോഫ്റ്റ്വെയറുകൾ പുറത്തിറക്കുന്നത്. ഈ അപ്ഡേറ്റുകളിൽ കൂടുതൽ ആനിമേഷനും ഫീച്ചറുകളും ഉണ്ടാക്കും. പഴയ ചിപ്പുകൾക്ക് ഈ അപ്ഡേറ്റ് കൂടുതൽ സ്ട്രെയിൻ നൽകും. അതിനൊപ്പം ചില അപ്ഡേറ്റുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് യൂസിന് കൂടുതൽ പവർ എടുക്കുകയും നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് ആവശ്യത്തിന് പെർഫോമൻസ് കിട്ടാതെ വരികയും ചെയ്യും. അഞ്ചാമത്തേത് പുതിയ ഫോൺ വാങ്ങിപ്പിക്കാനുള്ള തന്ത്രം. ഒരു വർഷം കഴിയുമ്പോൾ ഫോൺ സ്ലോ ആയി തുടങ്ങുന്നത് ഉപഭോക്താക്കളെ കൊണ്ട് പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള ബ്രാൻഡുകളുടെ തന്ത്രമാണെന്ന് ഒരു വിശ്വാസമുണ്ട്. ആപ്പിളിന്റെ ബാറ്ററിയിൽ ഉൾപ്പെടെ പ്രകടമായ ഈ ത്രോട്ട്ലിംഗ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ഫോണിന്റെ ലൈഫ് നീട്ടി നൽകാനാണ്. അതുകൊണ്ട് ഫോണിനുണ്ടാകുന്ന പമ്മൽ ഫോൺ തുടർന്ന് ഉപയോഗിക്കാനുള്ള ഒരു അനുകൂല ഘടകമായി കണ്ടാൽ മതി. പക്ഷേ പഴയ ഫോണുകളിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫോണിനായി ഒപ്റ്റിമൈസേഷൻ ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ താങ്ങുവാൻ നിങ്ങളുടെ ഫോണിന്റെ ഹാർഡ്വെയറിന് സാധിക്കില്ല. ഇനി നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് കുറയാതെ പരമാവധി നാളുകൾ ഉപയോഗിക്കാനുള്ള 5 ടിപ്പുകൾ കൂടി പങ്കുവയ്ക്കാം. 1. അമിതമായ ചൂട് ഒഴിവാക്കുക. സൂര്യ വെളിച്ചത്തിന്റെ കീഴിലോ അമിതമായ റൂം ടെമ്പറേച്ചറിലോ ഫോൺ ചാർജ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതും ഒഴിവാക്കുക. രണ്ടാമത്തേത്, 2 അല്ലെങ്കിൽ 3 വർഷമാകുമ്പോൾ നിങ്ങളുടെ ഫോണിന് തീരെ പെർഫോമൻസ് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പുതിയ ബാറ്ററി വാങ്ങി വയ്ക്കുക. ബാറ്ററി വീർത്ത് കേടാകാൻ കാത്തു നിൽക്കേണ്ട. മൂന്നാമതായുള്ളത്, 1 വർഷം കഴിഞ്ഞ ഫോണുകളിൽ ഹെവി ചിപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നില്ലാത്ത ആപ്പുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റുകയും വേണം. നാലാമത്തേത്, ബുദ്ധിപരമായി അപ്ഡേറ്റ് ചെയ്യുക. പുതിയ OS അപ്ഡേറ്റുകൾ ഇറങ്ങുമ്പോഴേ അത് നിങ്ങളുടെ പഴയ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇനി പുറത്തിറങ്ങുന്ന OS അപ്ഡേറ്റുകൾ 4GB അല്ലെങ്കിൽ അതിൽ കുറവ് റാം ഉള്ള ഫോണുകളിലും ബേസിക് പ്രോസസ്സർ ഉള്ള ഫോണുകൾക്കും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അഞ്ചാമത്തേത്, നിങ്ങളുടെ ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജ് 80%-ലധികം നിറയുവാൻ അനുവദിക്കരുത്. 50%-ൽ താഴെ നിലനിർത്തുകയാണെങ്കിൽ സ്മൂത്ത് പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഫോൺ സ്ലോ ആകുമ്പോൾ ഇതൊക്കെ കമ്പനികളുടെ വേലയാണ് എന്ന് പറയാൻ വരട്ടെ. അത് ബാറ്ററിയുടെ ക്ഷയം മൂലവും ചൂട് വർധനവും മൂലവും പുതിയ സോഫ്റ്റ്വെയറുകളുടെ അമിതമായ ഫീച്ചറുകൾ മൂലവുമാണ് സംഭവിക്കുന്നത്. ഒന്നല്ലെങ്കിൽ 2 വർഷം പഴക്കം ചെന്ന ഫോണിനെ അതിന്റെ പരിമിതി അറിഞ്ഞ് പരിചരിച്ചാൽ കുറെ നാളുകൾ കൂടി അത് നിങ്ങളുടെ സന്തത സഹചാരി ആകും.